നമസ്കാരം, എല്ലാവർക്കും സെല്ലുലോയിഡിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ നമ്മൾ പല റേഞ്ചിലുള്ള അമ്മമാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്വന്തം മോനെ അപ്പുറത്തെ പറമ്പിൽ നിന്ന് പെറുക്കിയെടുത്തുകൊണ്ട് വന്ന ഒരു അമ്മയാണ് ഇന്ന് സെല്ലുലോയിഡിലുള്ളത്. കുടശനാട് കനകം. തുടങ്ങാം. കനക ചേച്ചി, വെൽക്കം ടു സെല്ലുലോയിഡ്. എത്ര നാളായി ഞങ്ങൾക്ക് ഇത്രയും എനർജറ്റിക് ആയിട്ടൊരു ആളെ കിട്ടിയിട്ടെന്നറിയാമോ? ഈ കൗച്ചിങ്ങിനെ കാത്തിരിക്കുകയായിരുന്നു. ഒരു ടീച്ചറാണ്, ഡാൻസ് ടീച്ചറാണ്, സിനിമാ നടിയാണ്, നാടക നടിയാണ്. പിന്നെ അതുപോലെ തന്നെ വണ്ടിയിലിരുന്നപ്പോഴാണ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കേട്ടോ വന്നത്. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം അറിഞ്ഞത്, ചേച്ചി അഭിനയം പഠിപ്പിക്കുകയും കൂടി ചെയ്യുന്നു. ഇത്രയും റോളുകളാണ് ചെയ്യുന്നത് ലൈഫിൽ. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റോൾ ഏതാ ചേച്ചിക്ക്? എനിക്ക് അങ്ങനെയില്ല. നീതി പുലർത്താൻ കഴിയുന്ന ഏത് ക്യാരക്ടറും ചെയ്യാൻ എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ അഭിനയം തന്നെയാണ് ഏറ്റവും ഇഷ്ടം? അഭിനയം മാത്രം. ഓക്കെ. അത് ധർമ്മക്കാരി ആയിക്കോട്ടെ, ജഡ്ജി ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ. അല്ല, പക്ഷെ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ കയ്യിൽ അങ്ങനെ ഒരു സാധനം കിട്ടിയാൽ പോലും അതിൻ്റെ അകത്ത് ഒരു എക്സ്ട്രാ സാധനം ചേച്ചി കൊണ്ടുവരും. അതാണ് അത് തന്മയത്വം, സ്വാത്വിക അഭിനയം എന്ന് പറയും. കിട്ടുന്ന കഥാപാത്രത്തെ നമ്മുടെ മനസ്സിലിട്ടതിനെ പ്രാപ്തമാക്കി പ്രസന്റ് ചെയ്യുന്ന സാത്വിക അഭിനയം. നൈസ്. അതൊന്ന് പറയാവോ, ആ ഓട്ട്സ്പുട്ടിന്റെ കഥ ഒന്ന് പറയാവോ? പ്രേക്ഷകർ ഞങ്ങളെല്ലാം മനസ്സിൽ പതിഞ്ഞാണ് നമ്മുടെ ഗുരുവായൂർ അമ്പലം നടയിലെ ആ ഡയലോഗ്. അപ്പോ എന്റെ വിബി എന്നോട് പറഞ്ഞു, വിബിന്നെ ഞാൻ പറയാൻ പറ്റും, ഡയറക്ടറാണ്, ഡയറക്ടർ. അപ്പം വിവി പറഞ്ഞു, കന ചേച്ചി ജഗദീഷിന്റെ ക്യാരക്ടർ ചോദിക്കും ഇന്ന് നൈറ്റിൽ എന്തുവാ ഫുഡെന്ന്. അപ്പോൾ ഓട്സിന്റെ പുട്ടാണെന്ന് പറയണമെന്ന് പറഞ്ഞ് പോയി. അപ്പോൾ ഞാനിങ്ങനെ ഓട്സിന്റെ പുട്ട്, ഷോർട്ട് പുട്ടെന്ന് പറയുന്ന പോലെ കോമഡി ആക്കിയാലോ? അപ്പോൾ ജഗദീഷ് വന്ന് ചോദിച്ച്, രമണി ഇന്ന് നൈറ്റിൽ എന്തോ ഫുഡ്? ഓട്സ് പുട്ട്. ശരിക്കും ക്ലിക്കാവുകയും ചെയ്തു കേട്ടോ. ചേച്ചി പറഞ്ഞ പോലെ ചേച്ചിയുടെ ഉള്ളിൽ ആ സാധനം ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് കറക്റ്റ് ടൈമിൽ അത് ക്ലിക്ക് ചെയ്യുന്ന രീതിയിലേക്ക് അത് വർക്ക് ചെയ്തത്. ചേച്ചിയുടെ ഒരു ജേർണി നോക്കുവാണെങ്കിൽ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ കൂടെ ചേച്ചി സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നാടകം തന്നെ ഒരു 50 വർഷം നല്ല ഫേമസ് ആയ നാടക ആചാര്യന്മാരുടെ കൂടെയും വേഷം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ ഡയലോഗിൻ്റെ പ്രൊനൗൺസിയേഷൻ ചെയ്യാനും ഒക്കെ അത് പ്രാപ്തമാക്കി, ബൈഹാർട്ട് ആക്കാനും. അത് എന്ത് ചെയ്താലും നമുക്ക് ആ സംഭവം ഓർത്താൽ മതി, അത് കാണാതെ പഠിക്കണ്ട. അതാണ്. അത് ക്ലാസ്സിലായാലും ടോപ്പിക്ക് പിള്ളേർ പഠിക്കത്തില്ല, അതായാൽ പോലും അടുത്ത എന്താണ് അവിടെ നടക്കുന്ന സംഭവം അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ വാക്കുകൾ കിട്ടും. ഓക്കെ. എങ്ങനെയുണ്ട് ഇത്രയും നമ്മൾ പറയുന്ന പോലെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ കൂടെ ചെയ്യുമ്പോഴുള്ള ചേച്ചിയുടെ അനുഭവം ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ജയജയഹയിൽ തന്നെ നല്ല ഡയറക്ടർ, അത് നമുക്ക് ഉള്ളിൽ കലാകാരി ഉണ്ടെങ്കിലും ആ ക്യാരക്ടറിനെ അവർ പറയുന്ന രീതിയിലല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമുക്കത് പ്രാപ്തമാക്കി തരുന്ന ആ ഗുരു, സംവിധായകൻ, പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന, ഇപ്പൊ തന്നെ ജയജയഹേ ഇറങ്ങിയ പടമായതുകൊണ്ട് നമുക്ക് പറയാം. ഇപ്പൊ ഇങ്ങനെ അപ്പൊ പാൻ്റ് ഇടത്തില്ല. ആദ്യമായിട്ട് പാൻ്റ് ഇട്ട് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും, പോകുന്ന വഴിക്കെല്ലാം ഇവനെന്തിനാ ഈ പാൻ്റ് ഇട്ടെന്നുള്ള ഒരു രീതിയിൽ അത് എന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അറിയാതെ നമ്മൾ വന്നു പോകുന്ന. അപ്പോഴാണ് കഴിവുള്ള ആർട്ടിസ്റ്റിന്റെ കൂടെ അഭിനയിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ കഴിവ് ചെയ്യാൻ പറ്റുന്നത്. പഠിക്കാനൊക്കെ ശ്രമിക്കാറുണ്ടോ അവരുടെ അടുത്ത്? അനുകരണമല്ല, പിന്നെ പക്ഷെ അല്ലാതെ ഇപ്പൊ ചിലർ റെസ്പോണ്ട് ചെയ്യുന്ന രീതി, ചില സാധനങ്ങൾ കേൾക്കുമ്പോൾ, ചില സിറ്റുവേഷൻ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അവർ റെസ്പോണ്ട് ചെയ്യുന്ന സാധനങ്ങളെ പറ്റി നമുക്കൊരു ചിന്ത ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ചിലർ അതിന്റെ മുകളിൽ കൊടുക്കും, അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൊടുക്കും, ഇല്ല അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? പക്ഷെ സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ തന്നെ, പറഞ്ഞു തരുമ്പോൾ തന്നെ നല്ല കല, നമ്മുടെ ഉള്ളിൽ ജന്മസിദ്ധമായ കലയുണ്ടെങ്കിൽ അപ്പം തന്നെ ആ ക്യാരക്ടർ കിട്ടും. പോരാത്തത് ഡയറക്ടർ പറഞ്ഞു തരും. അതാണ് യഥാർത്ഥ. ചിലപ്പോൾ ഡയറക്ടേഴ്സിന്റെ മനസ്സിലുള്ളതിനെക്കാട്ടിലായിരിക്കും ചിലപ്പോൾ ഒരു കലാകാരനോ കലാകാരിയോ അവർ ആ കഥാപാത്രത്തെ, അപ്പൊ അവർക്കും സന്തോഷമാ, അവർക്കും അത് സന്തോഷമാ. ഏതെങ്കിലും ക്യാരക്ടർ അങ്ങനെ ഇപ്പൊ ഇന്ന ഡയലോഗ് പറയേണ്ട രീതി കിട്ടാതെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴെങ്കിലും എന്താ ശരിയാവുന്നില്ല, അല്ലെങ്കിൽ പറയുന്നത് ഇങ്ങനെ അല്ല ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടി കുറഞ്ഞു പോയി? ഞാൻ കുറഞ്ഞു പോയെങ്കിൽ ഞാൻ പറയും, അവിടെ ഡബ് ചെയ്യുമ്പോഴേ ഞാൻ പറയും, അവിടെ അത് പോരാ, ഇച്ചിരി കൂടെ ഞാൻ ഒന്നുകൂടെ പറയട്ടെ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡബിങ്ങും. പോരാത്തടത്ത് ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ
എന്തെങ്കിലും നമുക്ക് ഇട്ടത് അത് ഓടി പിടിപ്പിക്കുന്നത് ഒരു ക്യാരക്ടറിന് ഡബിങ് സമയത്താണ്. അതെ കറക്റ്റ്. സമയത്ത് പോരാത്ത ക്ലാരിറ്റി കിട്ടണമെങ്കിൽ ഇപ്പം നമ്മൾ തത്സമയം മൈക്കുണ്ട് എങ്കിൽ പോലും ഡബ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. കാരണം നമുക്ക് പറയുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു ഇതല്ല, പോരാത്തത് മൂടി പിടിപ്പിക്കാൻ പറ്റും ക്യാരക്ടറിന്. ഇപ്പൊ ഞാൻ ജോ ആൻഡ് ജോയ്ക്കകത്ത് അമ്മയ്ക്ക് ഞാനാ ക്യാരക്ടർ ചെയ്തത്, അത് ഞാൻ സിനിമ ചെയ്തിട്ടില്ല. കാരണം ആ ക്യാരക്ടർ എനിക്ക് ഞാൻ ചെയ്തു കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും. ചേച്ചീനെ സംബന്ധിച്ച് ചേച്ചി മലയാളത്തിൽ ഇപ്പോൾ 10-18ഓളം പടങ്ങൾ ചെയ്തു, അതിൻ്റെ അകത്ത് ഹിറ്റ് സിനിമകൾ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ തമിഴിലും ചേച്ചി ഇപ്പോൾ ഒരു തമിഴ് എനിക്ക് മലയാളം ജയ ജയ ഹേ കഴിഞ്ഞു. പിന്നെ ചെയ്ത പടങ്ങളിലൊക്കെ നല്ല വേഷം ചെയ്തിട്ടുള്ളതുണ്ടായിരുന്നു, എങ്കിലും അത് പൂർണ്ണമായിട്ട് തിയേറ്ററിൽ വരാത്ത ചില പടങ്ങൾക്കൊക്കെ വിഷമം ഉണ്ടായിരുന്നു. അതിന് നമ്മൾ പറയേണ്ട കാര്യമില്ല, അത് ചിലപ്പോൾ ലെങ്തിൻ്റെ ആയിരിക്കും, അതായിക്കോട്ടെ. പക്ഷെ പിന്നെ എനിക്ക് ത്രൂ ഔട്ട് നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയില്ല. കാരണം 50 വർഷം നാടകങ്ങൾ ചെയ്തതെല്ലാം ഒന്നും ഞാൻ സൈഡ് ക്യാരക്ടർ ചെയ്തിട്ടില്ല. എല്ലാം നല്ല നല്ല ക്യാരക്ടർ ചെയ്ത് ഇങ്ങനെ വന്നത് കാരണം എല്ലാം എനിക്ക് നല്ല 3 പ്രാവശ്യം ജഡ്ജ് ചെയ്തു. അതുപോലെ ഒരു വശം തളർന്നതൊക്കെ എന്ന് പറഞ്ഞാൽ വടിയൊക്കെ തള്ളിയിടുമ്പോൾ ഒരു ഓഡിയൻസൊക്കെ ഇങ്ങനെ ഇരുന്ന് ശ്വാസം പിടിച്ച് എനിക്ക് ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് വന്നതുകൊണ്ട് പിന്നെ എനിക്ക് സിനിമയിൽ ഒരു കഥാപാത്രം കിട്ടാത്തതിന് വിഷമമായിരുന്നു. എല്ലാം കുറേ ചെയ്തു, ഒരു ദിവസം അല്ലെ 2 സീന് ഇങ്ങനെയൊക്കെ ചെയ്ത് എന്താ ഇങ്ങനെ. ചിലപ്പോൾ ഞാൻ തമാശ പറയും, എന്തുവാ അമ്പലത്തിൽ തൊഴാൻ ചെയ്യുന്ന ഭക്തജനങ്ങൾക്ക് ചന്ദനം കൊടുക്കുന്ന പോലെ ഇങ്ങനെയാണോ എനിക്ക് തരുന്നത്, നല്ല ക്യാരക്ടറാ എന്ന് പറയും. വ്യത്യസ്തമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ആൾക്കാരെ ഇപ്പൊ ഒന്നാമത് നമ്മൾ ബിഗ് സ്ക്രീൻ ആകുമ്പോഴത്തേക്ക് ഇപ്പൊ കണ്ടില്ലേ മുടി മുറിച്ചിട്ടേക്കുന്നത് പോൾ സാറിന്റെ ഇന്ദ്രൻസ് ശോഭി തിലകനെയൊക്കെ ഉള്ള നല്ല ടീമാണ്. പോൾ സാറിന്റെ നല്ല പടം, സാറാണ് എന്നെ സെലക്ട് ചെയ്യുന്നത്. വയലറ്റ് ആൻറ്റി വ്യത്യസ്ത ക്യാരക്ടറാ, അതിനുവേണ്ടിയാ മുടി മുറിച്ചേക്കണേ. അവിടെ അവര് തന്നെ മുറിച്ചതാ. മുറിച്ചെങ്കിലും നമുക്ക്, കാരണം എനിക്ക് ഒരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ചെയ്തത്, വ്യത്യസ്ത ക്യാരക്ടർ. അതിന് ഒത്തിരി താങ്ക്സ് പറഞ്ഞു പോൾ സാറിന്, ഞാൻ താങ്ക്സും പറഞ്ഞു. ഡബിങ് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതൊന്ന് ഇറങ്ങട്ടെ. ഇനി നല്ല പടങ്ങൾ ഇറങ്ങാനുണ്ട് കുറച്ച്. ആ തമിഴിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയിട്ട് ചേച്ചി ഹൗസ്ഫുൾ ആയിട്ട് ഇപ്പം അതെ, കുടുംബസ്ഥൻ എന്നാണ് ആ പടത്തിന്റെ പേര്. തുടക്കം മുതൽ ഒടുക്കം വരെ നല്ല റേഞ്ച് ക്യാരക്ടർ, നല്ല റേഞ്ച് ക്യാരക്ടർ നല്ലതായിട്ട്. എനിക്ക് തമിഴ് എങ്ങനെ ഇത്രയും ഘട്ടമുണ്ട്, എങ്ങനെ പഠിക്കും, എനിക്ക് വിഷമമാവോ അവരെ ആരെയും വിളിച്ചോട്ടെന്നൊക്കെ മനസ്സ് മടിച്ചു. കാരണം എന്ത് കാര്യത്തിൽ നമ്മൾ മടിക്കുന്നോ അതായിരിക്കും നമ്മളെ രക്ഷപ്പെടുത്തുന്നത്, അതാണ് നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. അതുകൊണ്ട് എന്തായാലും ചെയ്യാം. പിറ്റേന്ന് പാട്ടക്ക് പോകാമേ, പായ വിരിച്ചപ്പെടുത്തിട്ടാ വെഴുന്നൊക്കെ പോകും, വേറെ വെക്കാൻ പോപ്പാ നീ, ഒറ്റ ടേക്കിനെടുത്ത് അപ്പോൾ കോൺഫിഡൻസ് ആയി. അങ്ങനെ അതുപോലെ തന്നെ നമ്മളെ മലയാളവും തമിഴും തമ്മിൽ ലാംഗ്വേജ് ഇപ്പം എങ്ങനെയാടാ നാണമില്ലായിരുന്നു തിന്നുന്നേ എന്ന് നമ്മൾ പറയും ഒരമ്മ ജോലിക്കൊന്നും പോകാതെ. പക്ഷെ അത് തമിഴ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എപ്പോഴാ കോസാമത്തെങ്കര അത് അതിന്റെ റേഞ്ച്, അത് ലാംഗ്വേജിന്റെ വ്യത്യാസമാണ്. നമ്മുടെ മലയാളം നമുക്കിവിടെ ലളിതമായ ശൈലി മതി, അവിടെ അതല്ല. നമ്മൾ ആ ഉദ്ദേശിക്കുന്നത് അത് ഡയലോഗ് പ്രസന്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ ഉള്ളിലുള്ള എന്ത് പറയണമെന്ന് അത് പ്രസന്റ് ആയി. തമിഴാണ് കുറച്ചും കൂടി ഇഷ്ടം. തമിഴ് അങ്ങനല്ല, മലയാളത്തിൽ ചെയ്യണ്ടേ, ഞാൻ മലയാളിയല്ലേ. എൻ്റെ നാട്ടിലും എൻ്റെ കേരളത്തിലും എൻ്റെ സംസ്ഥാനത്ത് എനിക്ക് നല്ല കഥാപാത്രം, ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന എനിക്ക് ഇവിടെ ചെയ്യണം, എനിക്ക് നല്ല ക്യാരക്ടർ കിട്ടണം. അത് ഇതിപ്പോ ഈ ഇന്റർവ്യൂ കാണുന്ന കേൾക്കുന്ന ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും എല്ലാം എനിക്കൊരു കനിവ് തരണം. ഞാൻ ഇതെങ്ങനെ ഈ പടത്തിലേക്ക് കാസ്റ്റ് ആയി, തമിഴ് പടത്തില് ജയജയ കണ്ടിട്ട് തന്നെ അവർ അവിടെ നിന്ന് ഇവിടെ തേടി വന്നു. തേടി വന്നപ്പോൾ പ്രസന്ന അത് എഴുതിയ ആളിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ പേര്. അപ്പോൾ ഇവിടെ വന്ന് എന്നോട് അപ്പോൾ എന്തെങ്കിലും ഒന്ന് ശകലം 2 വരി പാട്ടിൻ്റെ ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ ഞാൻ വീഡിയോ പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കൊടുങ്കാളിയല്ലേ എന്നുള്ള അത് ചെയ്ത് കാണിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ
കല്ലടിയിലായിരുന്നു അന്ന്. ഒരു ചുവപ്പയിൽ അരികിന് കറുപ്പ് ഇതും കസവോടുള്ള സാരിയും ബ്ലൗസും ബ്ലൗസും ഇട്ടത്. അപ്പം എന്നെ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ നോക്കിയിട്ട് ആ ക്യാരക്ടർ എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ കൊടുങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാളെ കൊടുവാളെടുത്ത് ചുടുദാരികൻ ചോരയിൽ നീരാടി എന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത്. അമ്മ സെലക്ഷനാന്ന്. അങ്ങനെ പോയി അവിടെ ചെന്നു. നല്ലതായിട്ട് സ്വാമി ആടുന്നുണ്ട്, സ്വാമിജി ആടുന്നുണ്ട്. എന്നെ പിള്ള വെറ്റ് ചോറാക്കി പാത്രം കഴുകി അങ്ങനെ പിന്നെ ഡയലോഗ് തന്നതേ ഉള്ളൂ. ഞാൻ തന്നെത്താൻ പ്രിപ്പയർ ചെയ്താണത് ചെയ്യുന്നത്. അവർക്ക് നമ്മളെ ജയജയഹയൊക്കെ പോലെ എനിക്ക് നമ്മുടെ തന്മയത്വമായിട്ട് ചെയ്യാൻ പറ്റി. ചേച്ചി ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ്, ചേച്ചി കുടുംബസ്ഥനിൽ ചെയ്ത് ഏതെങ്കിലും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇവിടെ അവതരിപ്പിക്കാൻ പറ്റിയ നല്ലൊരു സീൻ ഒന്ന് ചേച്ചി കാണിക്കാവോ? അത് പിന്നെ വളരെ കഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടു പോയ അവൻ്റെ ജോലി, ഒരു കട ബന്ധനത്തിലുള്ളവർ മോം ഗൾഫിന് പോകുമ്പോൾ ആ ബേക്കറി ഞാനായിട്ട് ചെന്ന് എടുത്ത് ഇവന് കൊടുക്കും. ഇവനെല്ലാം താറുമാറാക്കി കിടക്കും. ഒരു രാത്രി ചെന്ന് ഈ ഷോട്ടർ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പം അവൻ വരും. അപ്പോൾ ഞാനിങ്ങനെ പിടിക്കും, എന്നമ്മ സൊള്ളയെന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയാം, എന്നത്തെ പേസറ ലീസ് കൂട്ടി 2 മാസമായി 8 രൂപ കൊടുക്കലേ, കടയെ പൂട്ടി ചാവിയും കൊടുക്കറാൻ പൊന്നിച്ചാമി, ഏറ്റത്തേക്ക് എരുമ മേയ്ക്കേണ്ട നീ മെയ് ഉങ്കൂടെ ചെന്ന് ഞാനും സീറഴിയ മുടിയാത്. അതെൻ്റെ നല്ല ഇഷ്ടപ്പെട്ട ഡയലോഗാണ് അത്. ഇതിന്റെ കൂടെ ഈ അഭിനയം പഠിപ്പിക്കുന്ന പരിപാടിയും കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഇതെങ്ങനെ സ്കൂളായിട്ടാണോ നടത്തുന്നത്? എങ്ങനെയാ ചെയ്യുന്നത്? അല്ല, ആരെങ്കിലും വിളിക്കും ക്ലാസ് എടുക്കാനൊക്കെ. ആണോ? ഇപ്പം മൂവാറ്റുപുഴ വർഗീസ് ലാലച്ചനില്ലേ, അന്താരാഷ്ട്ര ചലച്ചിത്ര സംവിധായകനുള്ള അവാർഡ് വാങ്ങിച്ച് വർഗീസ് ലാലച്ചനൊക്കെ പഠിപ്പിക്കുന്നിടത്ത് പ്രിൻസിപ്പളല്ല, വേറെന്തോ ഒരു പദവിയാണ്. ക്ലാസ് ആ സ്കൂളിൽ ആ അച്ഛൻ തന്നെ എന്നെ വിളിച്ചു. ശരി. അത് ഒരു ദിവസം വെട്ടിയാറ്റ് സ്കൂളിൽ ചെന്നപ്പം, സെൻറ്റ് ജോർജിൽ ചെന്നപ്പം അച്ഛൻ ക്ലാസ് എടുത്തു പിള്ളേർക്ക്. അപ്പം ഞാൻ അവിടെ ചെന്ന് അച്ഛൻ ഞങ്ങളങ്ങോട്ട് യാത്ര പോവാന്ന്. കനക ചേച്ചി ഒരു 2 മിനിറ്റ് പിള്ളേർക്കൊന്ന് ക്ലാസ് എടുക്കുമെന്ന്. ഇത്രയും നാളത്തെ ഇതിന് 2 മിനിറ്റ് ഉണ്ടാകുന്നുള്ളോ? ഒരു 10 മിനിറ്റ് ഞാൻ പഠിപ്പിച്ചു. ചില കുഞ്ഞുങ്ങൾ കണ്ണ് നിറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു 3 വർഷം പഠിക്കുന്ന അറിവ് ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞ് ഇങ്ങനെ അച്ഛനത് കണ്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ കനക ചേച്ചിയെ ഞാൻ ഒരു ദിവസം ഞങ്ങളുടെ കോളേജിൽ കൊണ്ടുപോകും പഠിപ്പിക്കാൻ, കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇത്രയും വർഷത്തെ ഇത് വെച്ച്. അപ്പം നമുക്ക് അത്യാവശ്യം ഒരു കലാകാർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. അഭിനയം എന്നാൽ എന്ത്? അഭി എന്നാൽ സംസ്കൃത പദമാണ്. മുന്നോട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നയം നയിക്കുക, മുന്നോട്ട് നയിക്കുക. ഒരു അഭിനേത്രിയോ അഭിനേതാവിനെയോ സംബന്ധിച്ചിടത്തോളം എവിടം വരെ പോകും? ബിറ്റ്വീൻ ദ ഓഡിയൻസ് ആൻഡ് ആക്ടേഴ്സ് ഓൺലി. അപ്പം അതിനപ്പുറമില്ല. ഓഡിയൻസിൻ്റെ കണ്ണിലും മനസ്സിലുമാണ്. ഇതിപ്പോൾ തന്നെ നമുക്ക് മത്സരങ്ങളിലൊക്കെ ഈ മാർക്കൊക്കെ ഇടുന്ന തൽപര കക്ഷികൾക്ക് പോകും, വ്യക്തിപരമായി പോകും അവാർഡുകൾ, പേനാമനിക്കിടുന്നത്. തത്സമയം ഓഡിയൻസിൻ്റെ പ്രതികരണവും കയ്യടിയും അവരുടെ അഭിപ്രായങ്ങൾ. ഇപ്പം പിന്നെ കമൻസൊക്കെ ഇങ്ങനെ നമുക്ക് മാധ്യമങ്ങളുണ്ടല്ലോ കാണാൻ. അപ്പോൾ അതാണ് ഓഡിയൻസിൻ്റെ പ്രതികരണമാണ് നമ്മുടെ അവാർഡ്. എനിക്കതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട അവാർഡ്. പിന്നെ അഭിനയം, പിന്നെ അതിന് 2ആയി തിരിക്കാം. ലോകധർമ്മി, നാട്യധർമ്മി എന്നാണ് 2ആയിട്ട് തിരിക്കാം അഭിനയത്തെ. ലോകധർമ്മി എന്നാൽ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരാഴ്ച അവിടെ നിന്നേ, അല്ലെങ്കിൽ ഒരു മീൻകാരി, മീനേ മത്തിയ അയില ചൂര, അത് സാധാരണ ശൈലി മതി. ഇപ്പം പാത്രം നന്നാക്കാനൊക്കെ വിളിച്ചോണ്ട് പോകത്തില്ലേ, ഇതൊക്കെ ഒട്ടിയന്മാർ, ഈ പിന്നെ ഒട്ടിച്ചുകൾ, കല്ല് കത്തണ വേണ്ട, അതൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ ശൈലിയാണ്. നാട്യധർമ്മി ഒരു രാജാവ് ആരവിടെ, അത് പ്രൗഢി, മെലോ നമുക്ക് ഇച്ചിരി മസിൽ പിടിച്ച് ചെയ്യണം. ഇപ്പോൾ ഒരു വണ്ട് തേൻ കുടിക്കാൻ വരുന്നത്, ആ തേൻ കുടിച്ച് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പറന്നുപോയി. ഇപ്പം അതൊക്കെ ഇത്തിരി ഓവറായിട്ട് നമുക്ക് കാണിക്കേണ്ടത്. അതൊക്കെയാണ് നാട്യധർമ്മി. ചേച്ചിയോട് കാര്യം ചോദിക്കട്ടെ, ചേച്ചിയുടെ പേര് കുടശനാട് കനകം എന്നാണ്.
അതെങ്ങനെ ചേച്ചി ഇട്ടതാണോ ഈ പേര് സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് വല്ലതും? 3 വയസ്സിലിട്ടതാണ് എൻ്റെ നാട്ടുകാർ. ആഹാ. കാരണം അവിടെ പൂതനാമോക്ഷം എന്ന ഒരു തിരുവാതിര സെറ്റ് അരങ്ങേറ്റം സമയത്ത് 2 ദിവസം കൊണ്ട് അവർ തിരക്കി നടന്ന ആ നാട് മൊത്തം ഒരു കൃഷ്ണനെ തേടി കിട്ടിയില്ല. തിരുവാതിര പഠിപ്പിക്കുന്ന കുട്ടി സാറിൻ്റെ, അത് ഗ്ലോബൽ മീഡിയയുടെ അപ്പച്ചിയാണ്, അപ്പച്ചി ഇപ്പോൾ നടത്തുന്നത് പ്രസാദ് സാറിൻ്റെ അപ്പച്ചി, കുട്ടി സാറെന്നാണ് പറഞ്ഞ ആശാട്ടി. അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു, അയ്യോ നമ്മുടെ നാരായണിയമ്മയുടെ ഇളയ മോള് 8ാമത്തെ പുത്രി കനകമ്മ, അവളെ എടുത്തുകൊണ്ട് വരാം. ആ മുടിയൊക്കെ നല്ല ചുരുണ്ട മുടിയും വട്ടമുഖവും കണ്ണും ഒക്കെ നല്ല കുഞ്ഞിലേ അല്ലയോ, ഇപ്പോഴത്തെ കോലമല്ല. അപ്പോൾ അന്നേരം അവർ വന്ന് എടുത്തുകൊണ്ട് പോയി. അമ്മ ഈ കയ്യിൽ കൊടുത്തിരുന്ന ആ മടിയൊക്കെ ഇങ്ങനെ ഒന്ന് വെച്ച് നടന്നു പോയി. താഴെയാണല്ലോ ഇത്, ആണ് പെൺവേഷം കെട്ടിക്കിടക്കോ പൂതനയായിട്ട് പറഞ്ഞു തന്നപ്പോൾ ഞാൻ ചെയ്യാവുന്ന തലയാട്ടിയെന്ന് അമ്മ പറയുന്നത് ചെയ്തോളാമെന്ന്. ഇന്ന് പൂതന പാലൂറ്റി കുടിച്ച് കൊന്ന് കാണിക്കണം, അഭിനയിക്കണം, കൊന്ന് ചത്ത് വീണ് ഇവർ വല്ലാതെ ചുറ്റിനും നിന്നൊരു മതി പോര്, അവർ ചത്ത് മാറ്, ചത്തില്ല കൊല്ലട്ടെ എന്ന് ഞാൻ പറഞ്ഞു. കാരണം കലാകാരി, ഉള്ളിൽ കലയുണ്ടെന്നുള്ളതിൻ്റെ ക്ലിയർ എവിഡൻസ് ആണത്. അപ്പോൾ അന്ന് എൻ്റെ നാട്ടുകാർ ചുറ്റിനും നിന്നവരെല്ലാം കൂടെ, ഇത് കനകമ്മയല്ല, നമ്മുടെ നാടിൻ്റെ കനകം, കുടശനാടിൻ്റെ കനകം, കുടശനാട് കനകം എന്ന് കൈയടിച്ച് എല്ലാവരും ഇട്ട പേരാണ്. പൊന്നോ, ഇത്രയും സൂപ്പർ ഹിറ്റ് ആയിട്ടാണോ പേരൊക്കെ? ആ പേര് ഇന്നിവിടം വരെ നിലനിൽക്കണം എങ്കിൽ എൻ്റെ നാട്ടുകാരുടെ സപ്പോർട്ട് ഭയങ്കരമാണ്. മൊത്തം മെമൻറ്റോയാ വീടിൻ്റെ കാട് മൊത്തം നാട്ടുകാർ. കഴിഞ്ഞ വർഷം മുക്കിനാണ് ഓരോ ഓണത്തിന് പിടിച്ചു പറിക്കുക. അവിടുന്ന് വണ്ടി വന്ന് കിടക്കുക, ഇങ്ങോട്ട് വന്ന്. പിന്നെ 20 വർഷം അവിടെ സെൻറ്റ് സ്റ്റീഫൻസ് ഇംഗ്ലീഷ് മീഡിയത്തിൽ ഞാൻ ഡാൻസ് പഠിപ്പിച്ചു, ഒറ്റ സ്കൂളിൽ തന്നെ. അപ്പോൾ ഒരു 100 കുട്ടികൾ കാണും ആ വർഷം. അപ്പോൾ 20 വർഷമാകുമ്പോൾ എത്ര കുട്ടികൾ കാണും? ഇത് മൊത്തം പ്രവാസികളാണ്. എൻ്റെ സിനിമയുടെ ഭയങ്കര വിജയമാണത്. അവിടെ വെളിരാജ്യത്ത് മൊത്തം ഓൾ വേൾഡിലാണല്ലോ ജയ് ഇറങ്ങി. അവരുടെ കുടുംബം മൊത്തം, കൂട്ടുകാരികൾ, അവരുടെ കുടുംബം, ഓഫീസേഴ്സ് എല്ലാം. ടീച്ചറെ ആ കാലി കെട്ടിപ്പിടിച്ചൊരു ചക്കര ഉമ്മ ഞങ്ങളുടെ സ്വപ്നമായിരുന്നു ടീച്ചറിന്. കാരണം ഞാൻ ഓരോ ക്യാരക്ടർ ഡാൻസ് പഠിപ്പിക്കുമ്പോഴും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം, അവരുടെ മനസ്സിൽ ഞാൻ സിനിമാ നടിയാവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. നമുക്കൊരു ചെറിയ ടാസ്ക് ഉണ്ട്, ചേച്ചിനെ കൊണ്ട് അതങ്ങ് ചെയ്യിപ്പിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കാം. നല്ല രസമായിരിക്കും. ഒരു ഫൺ ടാസ്ക് ആണ്, റാപ്പിഡ് റൗണ്ട് പോലെ. ചേച്ചി കണ്ടിട്ടില്ലേ റാപ്പിഡ് റൗണ്ട് ഒക്കെ? ഇത് ക്വസ്റ്റ്യൻ ഒന്നുമല്ല, ചോദ്യമൊന്നുമല്ല ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ചേച്ചിയുടെ അടുത്ത് നീ മാക്സിമം വലിച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ ഓരോ സിനിമ പറയുമ്പോൾ ചേച്ചിക്ക് അതിൻ്റെ ആ മൂവിയിൽ ചേച്ചി ഓർക്കുന്ന ഡയലോഗ് പെട്ടെന്ന് പറയണം. ശരി, ഫസ്റ്റ് പറയട്ടെ, തുടങ്ങട്ടെ. പാപ്പച്ചൻ ഒളിവിലാണ്. പാപ്പച്ച, ഇത് കോടതിയാ, തൻ്റെ നാട്ടിലെ മറുഭാഷ ഇവിടെ പറ്റത്തില്ല. പോളി, ഇതെൻ്റെ കുപ്പിളേരിലെ കള്ളുഷാപ്പല്ല. ഇതിപ്പോൾ പ്രതിക്ക് വാദിയെ മാറിയതാണോ അതോ വാദിക്ക് പ്രതിയെ മാറിയതാണോ? അതോ വക്കാലത്ത് പറയാൻ വന്നതോ അല്ല വാഴകൃഷിക്ക് വന്ന ബംഗാളികളാണോ? വെരി നൈസ്. അടുത്തത് ജയ 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 ഹേ. അപ്പോൾ എൻ്റെ മോനെ കിട്ടിയത് അടിയൊന്നും അല്ലേ? നീ മിണ്ടായിരിക്കും അവിടെ, നീ ജീവിതകാലം മുഴുവൻ അവിടെ അടിയും കൊണ്ടുകൊണ്ട് ഇവിടെ കിടക്കാനോ? നീ കേൾക്കണം കേട്ടോ. അയ്യോ അടിയൊന്നുമല്ല, ചവിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ, ഒരു മനുഷ്യനെ ഇങ്ങനെ എടുത്തിട്ട് ചവിട്ടാവോ? ഇവിടുന്ന് ചവിട്ട് കൊണ്ട് എൻ്റെ ചെറുക്കം തെറിച്ച് വീണതങ്ങ് ഗീതയുടെ പറമ്പിലാണ്. അവിടെ നിന്ന് അവരൊക്കെ എടുത്തുകൊണ്ട് വന്നത്. ഈ ചെറുക്കം കിഴങ്ങനായി പോയിട്ടല്ലേ അവളെടുത്തിട്ട് തട്ടുന്നത്. വേറെ വല്ലടെ വന്ന് ഇതൊക്കെ നടക്കുമോ? ഗുരുവായൂർ അമ്പലനടയിൽ. ഭാഗ്യം, സ്റ്റീലായതുകൊണ്ട് പൊട്ടിയില്ല. ഇതാണോ നിങ്ങളുടെ തേപ്പ് പൊട്ടി? നേരാണല്ലോ, മാറിപ്പോയതാ. നീ പിന്നെ വന്ന് എടുത്തോളാം. അടുത്ത് മരണമാസം. അതുണ്ടോ? എടാ, അത് ആരൊക്കെയാണെന്നറിയാടോ നിനക്ക്? അത് 2 സഹോദരങ്ങളാ. അവൻ്റെ മുഖത്ത് ആസിഡ് ഒഴിച്ച് അതാവൻ മാസ്ക് വെച്ച് നടക്കുന്നത്. ഇവനെ ഉയർത്തെഴുന്നേറ്റ് വന്ന് എന്താ കാര്യമെന്നറിയാവോ? നമ്മുടെ ആളാ. ഇനി തമിഴാണ്, കുടുംബസ്ഥൻ.
ഓരോ ചെക്കന്മാരേതിനെ ഒരു അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ ഇരിക്കുമ്പം പിന്നെ അമ്മേ സെക്കൻഡ് മാരേജ് എന്ന് പറയാതമ്മ, അമ്മയെ കണ്ടാലേ ഫസ്റ്റ് മാരേജ് എന്നേ തോന്നത്തുള്ളെന്ന്. ഇത് പറഞ്ഞേച്ചേ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവള് പിന്നെ അവള് അവിടെ കല്യാണം ഒഴിഞ്ഞേച്ച് വേറെ കെട്ടാൻ പോവാന്ന് പറയും. എന്നടി കരകവിത് அழகா இருக்குது, அழகினே போட்டால் கண்ணுமே கரைஞ்சு கன்றாவே ஆயிடும். ஏன்றி உனக்கு இது சொல்றதுக்கு வேற நாளை கிடைக்கல. കാരണം ഇത്രയും ഒരുങ്ങിയിരിക്കുമല്ലോ, ഇതൊക്കെ കേൾക്കുമ്പോഴേ കരഞ്ഞ് കൺമഷിയൊക്കെ പടത് പനലാകുമെന്ന് മുഖം. ഒരുപാട് സന്തോഷം ചേച്ചി. ഒരുപാട് ഇത്രയും തിങ്ങി നിറഞ്ഞ് പൊട്ടൻഷ്യൽ ഉള്ള ഒരാള് ഈ പ്രായത്തില് ഒരു ലേഡി, ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ചേച്ചിക്ക് മനസ്സറിഞ്ഞ ഒരുപാട് സാധനങ്ങൾ ചെയ്യാൻ പറ്റും. ഒരുപാട് നല്ല ക്യാരക്ടർ കിട്ടാനാണ് മക്കളെ. ഈ നമ്മുടെ ഈ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞെങ്കിൽ എനിക്ക് നല്ല ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ഇവരൊക്കെ തന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മുടെ ജന്മം ഒന്ന് ഒന്ന് പൂർണ്ണമാകട്ടെ ഒരു കലാകാരിയുടെ. മലയാളത്തിൽ ചേച്ചി ആഗ്രഹിക്കുന്നത് നല്ല വേഷം മാത്രമാണ്, അല്ലാതെ വേറെ അത് തന്നെ എന്തോ ആയിക്കോട്ടെ, ഏത് വേഷം ആയിക്കോട്ടെ ഉറപ്പായിട്ടും വരും. ഗംഭീര നല്ലൊരു വേഷം ചേച്ചീനെ തേടിയെത്തും. ഒരുപാട് സന്തോഷം ഞങ്ങളോട് ഇത്ര ഷെയർ ചെയ്തതിന്. ഒരു ഇതുമില്ലാതെ, എന്താ പറയുക, മറയൊന്നും വെക്കാതെ. മറയൊന്നല്ല, ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ അല്ലല്ലോ, ഷൂട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെയാണോ, പക്ഷെ അതൊന്നും ചേച്ചിക്കില്ല. ചേച്ചി എല്ലാം ഇങ്ങനെ മാറുവാണ്. അത് കണ്ടിരിക്കാൻ ഭയങ്കര കൗതുകമായിരുന്നു. ഞങ്ങൾ പ്രേക്ഷകർക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഞങ്ങൾക്ക് നല്ലൊരു എപ്പിസോഡ് തന്നതിന് ചേച്ചിക്ക് ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. ഷെമിമോൾക്കും സൂര്യ ടി വിക്കും എന്നെ ഇവിടെ എത്തിച്ച എൻ്റെ പ്രേക്ഷകർക്കും ഒത്തിരി നന്ദി. അടുത്ത ആഴ്ച ഇതിലും ഗംഭീര ഒരു എപ്പിസോഡായിട്ട് ഞാൻ വരും കേട്ടോ. അതുവരെ ബൈ.